ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ നിങ്ങളെവരെയും വീണ്ടും വരുമെന്ന് അറിയിച്ചത് ബുദ്ധനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വിശ്വാസികൾ എപ്പോഴും ചെയ്യേണ്ടത്. ദൈവഹിതത്താൽ നാം ഈ ലോകത്തിലേക്ക് വന്നതിന് ശേഷം മാതാപിതാക്കളുടെ സഹായത്താൽ നാം ദൈവവേദലായി തീർന്നു. മാമോദീസായാൽ മുദ്ര കുത്തപ്പെട്ട് വിശുദ്ധ മൂറാനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് കുർബാനുഭവത്തിലൂടെ പരിശുദ്ധാത്മ നിറവുള്ളവരായി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിച്ച വിശ്വാസികൾ ആയി. ആ വിശ്വാസം കാത്തുരക്ഷിക്കുന്നതിനായി നാം ചെയ്യേണ്ടതായ കരുതൽ എന്താണ് എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ ഒന്ന് നോക്കാം. എപ്പോഴും യഹോവയെ മുമ്പിൽ വയ്ക്കുക എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. സങ്കീർത്തനം 16:8. ദാവീദ് എഴുതിയ സങ്കീർത്തനമാണിത്. യഹോവയെ എപ്പോഴും തൻ്റെ വലതു ഭാഗത്ത് വച്ചിരിക്കുന്നതിനാൽ അവൻ കുലുങ്ങിപ്പോയില്ല. നാം ഓരോരുത്തരും അവനിൽ ശരണപ്പെട്ട് ജീവിക്കണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് യഹോവയെ എല്ലായ്പ്പോഴും വാഴ്ത്തുക എന്നുള്ളതാണ്. 34-ാം സങ്കീർത്തനം 1-ാം വാക്യം നോക്കുമ്പോൾ അതിൽ നാം കാണുന്നത് നാം യഹോവയെ എല്ലായ്പ്പോഴും വാഴ്ത്തും. ഞാൻ യഹോവയെ എല്ലായ്പ്പോഴും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദാവീദ് എഴുതിയ ഈ സങ്കീർത്തനം നാം ശിരസാൽ വഹിച്ച് ആണ് ജീവിക്കേണ്ടത്. നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കൃപാവരങ്ങൾക്കും വേണ്ടി അവനെ വാഴ്ത്തി പാടണം, എപ്പോഴും സ്തുതിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യഹോവയെ എല്ലായ്പ്പോഴും ആശ്രയിക്കുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ എടുത്തു പറയുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഇവരും പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സിന് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സങ്കടത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും അവൻ കൈവിടുകയില്ല എന്ന് നമ്മുടെ അനുഭവത്തിലൂടെ നാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവർ ഭാഗ്യവാൻ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഈ സങ്കീർത്തനം ആരാണ് എഴുതിയതെന്ന് അറിയില്ല എങ്കിലും നാം നീതി പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ അവർ ഭാഗ്യമുള്ളവരായിരിക്കുമെന്ന് ഈ തിരുവചനത്തിൽ എടുത്ത് പറയുന്നു. ന്യായത്തെ പ്രമാണിപ്പിക്കണമെന്ന് യേശുക്രിസ്തുവും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതായി നാം സുവിശേഷത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സ്നേഹിക്കുക എന്നാണ്. സദൃശവാക്യം 17:17 നോക്കുമ്പോൾ അതിൽ പറയുന്നത് സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥ കാലത്ത് അവൻ സഹോദരനായി തീർന്നു എന്നാണ് ശലോമോൻ പറഞ്ഞിരിക്കുന്നത്. ശലോമോൻ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എത്ര അർത്ഥമുള്ളതാകുന്നു എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു സ്നേഹിതൻ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുമോ? ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു സ്നേഹിതനെ നമുക്ക് കിട്ടാൻ വളരെ പാടാണ്. പരിശുദ്ധാത്മ നിറവിൽ പൗലോസ്ലീഹ കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം നോക്കുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹം ഇല്ല എങ്കിൽ ഈ ലോകത്തിൽ ഒന്നുമില്ല. ഒരു വിശ്വാസി എല്ലായ്പ്പോഴും ചെയ്യേണ്ടത് സ്നേഹിക്കുക എന്നതാണ്. നാം അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ ദാനമായ നമ്മൾ അവനെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും നമ്മോടൊപ്പം ഉള്ളവരെ സ്നേഹിക്കുകയും ചെയ്യാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിനായി നാം ചെയ്യേണ്ടത് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുകയും നല്ല പ്രവർത്തികൾ ചെയ്യുകയും മറ്റുള്ളവരെ സഹായിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. നമ്മുടെ ഈ ലോകത്തുള്ള നല്ല ആഗ്രഹങ്ങളൊക്കെയും അവൻ സാധിച്ചു തരും, യാതൊരു സംശയവുമില്ല. അതിനായി നമുക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.
അതിനായി നമുക്ക് സൽപ്രവൃത്തികൾ ചെയ്യുകയും ആരാധനയിൽ സംബന്ധിക്കുകയും കുർബാന അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞ് നാം നമ്മുടെ ദൈവത്തെ കൂട്ടിക്കൊണ്ട് തിരികെ വരത്തവണ്ണം നാം പ്രവർത്തിക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആ പരിശുദ്ധാത്മാ നിറവുള്ള നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വാക്ക് മാത്രം കേൾക്കുകയും ആകൽക്കസായെ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നത് മുതൽ നമ്മൾ ദൈവവേദലായി തീരുമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.